ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിക്സ് തുളസിയാണ്. ഈ വിക്സ് തുളസി നടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വീഡിയോ കാണാം. ഒരുപാട് ഔഷധഗുണമുള്ള ഈ ചെടി ഞാൻ നടുന്നത് ഓടുകൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടിയിലാണ്. പഴയ ഓടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 4 ഓടാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഈ 4 ഓട് ഇതുപോലെ അടുക്കി വയ്ക്കുക. അതിനുശേഷം കുറച്ച് കോൺക്രീറ്റ് കുഴച്ച് ഈ 4 ഓടിൻ്റെ ഉൾവശത്തേക്ക് ഒരു 2 ഇഞ്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുക. ഒരു ദിവസത്തിന് ശേഷം നമ്മളിത് എടുത്തു നോക്കിയാൽ ഫുള്ള് സെറ്റായിട്ടുണ്ടാവും. അതുപോലെ ഈ 4 ഓടിൻ്റെയും ജോയിൻ്റ് വരുന്ന ഭാഗത്ത് കുറച്ച് സിമൻറ്റ് മാത്രം ഗ്രൗട്ടാക്കി ചെയ്തതിന് ശേഷം ഈ ജോയിൻറ്റിൽ മാത്രം നന്നായി തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മണ്ണ് വളവും എല്ലാം ഇടുമ്പോഴുള്ള വെള്ളം ഈ ജോയിൻറ്റിൽ കൂടി പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഈ ജോയിൻ്റ് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്. ഔഷധ സസ്യങ്ങൾ നടുമ്പോൾ ഇതുപോലുള്ള ചെടിച്ചട്ടികളിൽ നടുന്നതാണ് കൂടുതൽ ഉത്തമം. കാരണം ഈ ചെടികൾക്ക് കൂടുതൽ ലൈഫ് ഉണ്ടാകും. പച്ചക്കറി തൈകളാകുമ്പോൾ കുറച്ച് കാലങ്ങളെ നിലനിൽക്കുകയുള്ളൂ. അത് നമുക്ക് ഗ്രോ ബാഗിൽ നട്ടാലും മതി. ഈ വിക്സ് തുളസിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഇലയ്ക്ക് വിക്സിൻ്റെ അതേ സ്മെല്ല് തന്നെയാണ്. നല്ലൊരു മൗത്ത് ഫ്രഷ്നറാണിത്. കൂടാതെ തൊണ്ടവേദന, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ഫലപ്രദമായ ഒരു ഔഷധം കൂടിയാണിത്. കഫക്കെട്ടുള്ളപ്പോൾ ഇതിൻ്റെ 2 or 3 ഇല ഇട്ട് ആവി പിടിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ തൊണ്ടവേദന ഉള്ളപ്പോൾ ഇതിൻ്റെ ഇല ചവച്ചിറക്കിയാൽ നല്ല ആശ്വാസം കിട്ടും. അങ്ങനെ ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ചെടി എനിക്ക് കൃഷിഭവനിൽ നിന്നുമാണ് കിട്ടിയത്. പച്ചക്കറി തൈകളോടൊപ്പം കുറച്ച് ആയുർവേദ സസ്യങ്ങളും ഞാൻ നടുന്നുണ്ട്. നമുക്കിത് ചെടിച്ചട്ടിയിലേക്ക് നടാം. ഇതിന് ഒരുപാട് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ചകിരി കമ്പോസ്റ്റും കുറച്ച് മണലും ചേർന്ന മിശ്രിതത്തിലാണ് ഞാനിത് നടുന്നത്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ചെറിയൊരു കമ്പ് നമ്മൾ പൊട്ടിച്ച് കുഴിച്ചിടുകയാണെങ്കിൽ നല്ല ഗ്രോത്തായിട്ട് വളരും. വിക്സ് തുളസി എന്നും മിൻറ്റ് തുളസി എന്നും അറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം എല്ലാ വീടുകളിലും നടുന്നത് നല്ലതാണ്. ഈ ഒരു ഔഷധ ചെടിക്ക് കൂടുതൽ വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.